ഹോർമൂസ് കടലിടുക്കിലെ വർദ്ധിച്ചുവരുന്ന പ്രതിസന്ധി പരിഹരിക്കാനായി UN രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച നിർണായക പ്രമേയം റഷ്യയും ചൈനയും വീറ്റോ ചെയ്തതിനെ തുടർന്ന് പരാജയപ്പെടുകയായിരുന്നു. രക്ഷാസമിതിയിലെ 15 അംഗങ്ങളിൽ 11 പേർ പ്രമേയത്തെ അനുകൂലിച്ചിട്ടും സ്ഥിര അംഗങ്ങളായ റഷ്യയുടെയും ചൈനയുടെയും എതിർപ്പ് നിർണായകമാവുകയായിരുന്നു. ഈ നീക്കം ഇറാനുമായുള്ള ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ സഖ്യം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയും പശ്ചിമേഷ്യയിലെ നിലവിലുള്ള സംഘർഷാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും. പ്രമേയം പാസാക്കാൻ ആവശ്യമായ 9 വോട്ടുകൾ ലഭിച്ചെങ്കിലും രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ വീറ്റോ അധികാരം പ്രമേയത്തെ അസാധുവാക്കി. പാകിസ്ഥാനും കൊളംബിയയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇറാനെതിരായ നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടിയാണ്. ആദ്യഘട്ടത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കാൻ അംഗരാജ്യങ്ങൾക്ക് അനുമതി നൽകുന്ന ആർട്ടിക്കിൾ 7 ഉൾപ്പെടുത്തിയാണ് പ്രമേയം തയ്യാറാക്കിയിരുന്നത്. എന്നാൽ റഷ്യയും ചൈനയും ഇതിനെ ശക്തമായി എതിർത്തതിനെ തുടർന്ന് ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ പ്രമേയത്തിന്റെ ഭാഷയിൽ മാറ്റം വരുത്തി. സമുദ്ര വ്യാപാര പാതകളുടെ സുരക്ഷയ്ക്കായി പ്രതിരോധപരമായ രീതിയിൽ രാജ്യങ്ങൾ സഹകരിക്കണമെന്ന മിതമായ നിർദ്ദേശമാണ് ഒടുവിൽ വോട്ടിനെടുത്തത്. സൈനിക നടപടി എന്ന കർശനമായ നീക്കത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടും റഷ്യയും ചൈനയും ഇതിനെ പിന്തുണയ്ക്കാൻ തയ്യാറായിരുന്നില്ല. ഈ വീറ്റോയിലൂടെ തങ്ങൾ ഇറാനുമായുള്ള ശക്തമായ സഖ്യകക്ഷികളാണെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയതായി അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. പ്രമേയത്തിലെ ഇറാനെതിരെയുള്ള പരാമർശങ്ങൾ അതിരൂക്ഷമാണെന്നാണ് റഷ്യയും ചൈനയും ആരോപിച്ചത്. രക്ഷാസമിതിയിലെ ഈ ചേരിതിരിവ് പശ്ചിമേഷ്യയിലെ നിലവിലുള്ള സംഘർഷാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ട്രംപിന്റെ അന്ത്യശാസനത്തെ എതിർത്ത് റഷ്യയും. അതേസമയം ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ ചൊവ്വാഴ്ച അന്ത്യശാസനത്തെ റഷ്യ ശക്തമായി എതിർത്തിരുന്നു. ഭീഷണിയും അന്ത്യശാസനവും ഉപേക്ഷിച്ച് സമാധാന ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു. ഇതിനിടെ ട്രംപിന്റെ ഭീഷണിക്ക് പുല്ലുവില കൽപ്പിച്ച് ഇറാനും ശക്തമായ വെല്ലുവിളിയുമായി രംഗത്തെത്തി. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിൽ ചൊവ്വാഴ്ചയ്ക്കകം തീരുമാനം അറിയിച്ചില്ലെങ്കിൽ ഒരു നാഗരികതയെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന ട്രംപിന്റെ അന്ത്യശാസനങ്ങളോടും യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിലും UN സുരക്ഷാ കൗൺസിൽ തങ്ങളുടെ കടമ നിർവഹിക്കണമെന്നും റഷ്യ ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ട്രംപിന്റെ ചൊവ്വാഴ്ച അന്ത്യശാസനത്തെ തള്ളിപ്പറഞ്ഞ ഇറാൻ വെല്ലുവിളിയുമായി രംഗത്തെത്തുകയായിരുന്നു. ചരിത്രത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിക്കും മംഗോളിയൻ പടയ്ക്കും പോലും ഇറാനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തുർക്കിയിലെ ഇറാൻ എംബസി പ്രതികരിക്കുകയായിരുന്നു. ഒരു കാലത്തിനും സാധിക്കാത്തത് ഒരു മനോരോഗിക്ക് കഴിയില്ലെന്നും എംബസി കൂട്ടിച്ചേർത്തു. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം കീഴടങ്ങുന്ന തരത്തിലുള്ള യാതൊരു വ്യവസ്ഥകൾക്കും തങ്ങൾ വഴങ്ങില്ലെന്നും ഇറാൻ വ്യക്തമാക്കുകയായിരുന്നു. അമേരിക്ക വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെങ്കിൽ തങ്ങളും വിട്ടുവീഴ്ചയ്ക്കും സമാധാനത്തിനും തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചു. എന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായാൽ ഹോർമൂസ് കടലിടുക്കിന് പുറമെ ബാബ് അൽ മദ്ഹബ് കൂടി അടയ്ക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ഇത് ആഗോള എണ്ണ വിപണിയും ചരക്കു നീക്കവും പൂർണ്ണമായും സ്തംഭിക്കുമെന്ന ആശങ്ക ശക്തമായിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ 2 ആഴ്ചത്തെ വെടിനിർത്തലിന് ധാരണയായത്. ഇത് ഇറാനും അംഗീകരിച്ചിട്ടുണ്ട്.